മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോനാഥൻ ശിഷ്യന്മാരോട് പറയാം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി പിതാവിന്റെ അരികിലേക്ക് പോവുകയാണ്. ഒത്തിരിയേറെ ഭവനങ്ങളുണ്ട്. തോമസ് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവൻ. നമ്മുടെയൊക്കെ ഹൃദയം അസ്വസ്ഥമാകുന്നതിന്റെ കാരണം എന്താ? ലോകത്തില് പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് കിട്ടാതാകും, നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകും. ലോകത്തിന്റെ സുഖം കിട്ടാതാവുമ്പോ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകും. നമ്മുടെ ലക്ഷ്യം ലോകസുഖമായിട്ട് മാറുമ്പോഴാണ് ഹൃദയം അസ്വസ്ഥമാകുന്നത്. ഈശോ പറയാണ്, ഹൃദയത്തിന്റെ അസ്വസ്ഥത മാറണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈ ലോകം വിട്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, സ്വർഗരാജ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകളൊക്കെ മാറിപ്പോകും. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തിന്റെ സുഖങ്ങൾ നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന്റെ ഉയർച്ച നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടല്ല, ഉപരി നമ്മളെയൊക്കെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം പിതാവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നിത്യമായി നമ്മൾ ഓരോരുത്തരും വസിക്കാനായി ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്ഥലം നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മളൊക്കെ വന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ ലോകത്തിൽ വന്നു. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ശേഷം ആ സ്ഥലത്തേക്ക് നമ്മൾ മടങ്ങിപ്പോകണം, പിതാവ് നമുക്കായി കരുതി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഈശോയാകുന്ന വഴിയിലൂടെ, ഈശോയാകുന്ന സത്യത്തിലൂടെ, ഈശോയാകുന്ന മാർഗത്തിലൂടെ, ഈശോയാകുന്ന ജീവൻ നേടിയെടുത്തുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ലോകത്തിന്റെ സുഖങ്ങള്, ലോകത്തിന്റെ മോഹങ്ങള് ഹൃദയത്തിൽ അമിതമാകുമ്പോഴാണ് അസ്വസ്ഥതകൾ കൂടുന്നത്. കിട്ടാത്തതിനെ ഓർത്തുള്ള അസ്വസ്ഥത. ഈ അസ്വസ്ഥത മാറണമെങ്കിൽ ഈശോയുടെ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും നടക്കണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ സ്വപ്നം കാണാനായിട്ട് സാധിക്കണം. ഈശോയുടെ പിറവി നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ടത് മറ്റൊന്നുമല്ല, ഈശോ ഈ ലോകത്തിൽ പിറവിയെടുത്തത്, ലോകത്തിലേക്ക് ഈശോ വന്നത് എനിക്ക് ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ നൽകാനല്ല, ഉപരിയായിട്ട് പിതാവായ ദൈവം എനിക്കായി കരുതി വെച്ചിരിക്കുന്ന സ്വർഗ സൗഭാഗ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈശോയെ, അങ്ങ് എന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണല്ലോ ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവെ, പിതാവ് എനിക്കായി കരുതി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൽ വിശുദ്ധിയില്, നന്മയില്, അങ്ങാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അങ്ങാകുന്ന സത്യത്തെ കണ്ടെത്തി അങ്ങാകുന്ന ജീവൻ നേടിയെടുക്കുവാൻ കൃപ നൽകണമേ. നമ്മുടെ എല്ലാ യാചനകളും ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.